ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. സച്ചിയുടെ കയ്യിലേക്ക് നേഴ്സ് ആ ബില്ല് കൊടുക്കുന്ന സമയത്ത് സച്ചി ബില്ലൊന്നും നോക്കിയിട്ടൊന്നും പകയ്ക്കുകയാണ്. സച്ചിയുടെ കയ്യിൽ 10 പൈസ എടുക്കാനായിട്ട് സുഹൃത്തുക്കളെ. രേവതി ഇതറിഞ്ഞിട്ട് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഈ താലിമാല എങ്ങനെയും കൊണ്ടിട്ട് പണയം വെച്ചിട്ട് പൈസ കൊണ്ടുപോകാമെന്ന് പറയുന്ന സമയത്ത് കൂട്ടുകാരൻ വന്നിട്ട് പറയുന്നത്, ഇന്നാടാ സച്ചി കാശ് എന്ന്. നിൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് ഇത്രയും കാശ്? അതൊക്കെ നീ എന്തിനാ അറിയണം? നീ ആ ബില്ല് ഇങ്ങോട്ട് തന്നേന്ന് പറഞ്ഞിട്ട് തട്ടിപ്പറിച്ചിട്ട് കൂട്ടുകാരൻ പോകാനുണ്ട് അത് അടയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് സച്ചി രവിയേട്ടനെ കൊണ്ട് വീട്ടിൽ വന്നതിന് ശേഷം വർഷമെടുത്ത് പൊട്ടിത്തെറിക്കുകയാണ്. അവളുടെ വർത്താനം കണ്ടില്ലേ, എല്ലാം ചെയ്ത് വെച്ചിട്ട് ഇവളും ന്യായീകരിക്കണം, ഒന്നും അറിയാത്ത മട്ടനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് രവിയേട്ടൻ പറഞ്ഞു, സച്ചി മോനെ മിണ്ടാതിരിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നത്, അതല്ല ചാ, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അംഗീകരിക്കാതെ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ വർഷയ്ക്ക് കല്ലി വന്നിട്ട് വർഷം, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? നിങ്ങൾക്ക് ആശുപത്രിയിൽ ഇത്രയും പൈസ ചിലവായിട്ടുണ്ടെങ്കിൽ അത് എത്രയെന്ന് പറഞ്ഞാൽ മതി, ആ പൈസ ഞാൻ തരാമെന്ന് പറയുമ്പോൾ സച്ചി അങ്ങോട്ട് മാറിക്കടാന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ അങ്ങോട്ട് മാറ്റിയിട്ട് പറയുകയാണ് വർഷം എടുത്ത്, നിൻ്റെ കാശ് ആർക്കും വേണ്ടി, എൻ്റെ അച്ഛനെങ്ങനെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറയുന്ന സമയത്ത് രവിയേട്ടന് വീണ്ടും വയ്യാണ്ടാവും കേട്ടോ. രവിയേട്ടൻ ഇങ്ങനെ നെഞ്ഞത്ത് വീണ്ടും കൈ വയ്ക്കുമ്പോൾ സച്ചി അച്ഛാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നീടാണെങ്കിൽ വർഷം റൂമിൽ കിടന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് സച്ചിക്കുള്ള ഒരു 8ൻ്റെ പണി അങ്ങ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് അടിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.